കൂടെ ജോലി ചെയ്ത നന്ദുവിന് പൈസ കൊടുക്കാൻ വകയില്ലാത്തതുകൊണ്ട് അമ്മയടുത്ത് പോയി അമ്മ വഴക്ക് പറയും. പിന്നെ പുറത്തു പോയി പൈസയൊക്കെ ഒപ്പിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അല്ല, അന്ന് സിനിമയിൽ അഭിനയിക്കുമ്പോൾ പൈസയൊന്നും കിട്ടില്ലായിരുന്നു. അന്നും അഭിനയിക്കുമായിരുന്നു. അല്ല, അന്ന് അഭിനയിക്കില്ലായിരുന്നു. അഭിനയിക്കില്ല. നാടകം, നാടകം അഭിനയിക്കുമായിരുന്നു. സിനിമ കോസ്റ്റ്യൂം ചെയ്യൽ മാത്രമേ. കോസ്റ്റ്യൂമും അന്ന് പ്രാദേശിക സിനിമകളൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. എനിക്ക് സിനിമയുടെ അത്രയും അതിൻ്റെ ശക്തിയും യൂണിയൻ നിയമവും ഒന്നും മദ്രാസിൽ പോലും നടക്കില്ല. അതൊക്കെ നാട്ടിലൊക്കെ അപൂർവമായിട്ട് തിരുവനന്തപുരത്തൊക്കെ നടക്കുന്ന ഷൂട്ടിങ്, അടുത്തുള്ള പരിചയം വെച്ചുള്ള ചില ചെറിയ സിനിമകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഒരു സിനിമയുടെ പ്രധാനപ്പെട്ട നടനായി. ചിന്ന ചിന്ന ആശയ ഓണത്തിന് എല്ലാവരുടെയും വീട്ടിലും എത്തിയിട്ടുണ്ട്. പക്ഷെ അതുകൂടെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പറയുന്നത് എന്തൊക്കെ വികാര വിക്ഷോഭങ്ങൾ ഉണ്ടായാലും അത് കൈയടക്കത്തോടെ അഭിനയിക്കുന്ന ഒരു നടൻ എന്ന നിലയിലേക്ക് അതിനെന്തെങ്കിലും തരത്തിൽ മുന്നൊരുക്കങ്ങളുണ്ടോ? എനിക്കൊരു കുറേ കാലമായില്ല അങ്ങനെ പല വലിയ നടന്മാരെ ഇവിടെയൊക്കെ സഹകരിച്ച് അവരുടെ ഒരു ഗുരുത്വം കൊണ്ടൊക്കെ പക്ഷെ അങ്ങനെ വന്നെത്താൻ പറ്റിയതായിരിക്കും. ഫുള്ള് സ്ക്രിപ്റ്റ് വായിക്കുമോ നേരത്തെ? ഇല്ല, അത് വലിയ ക്യാരക്ടറൊക്കെ ആണെങ്കിലേ വായിക്കത്തുള്ളൂ. സ്ക്രിപ്റ്റിൽ ഇടപെടുന്ന നടനാണോ? അനാവശ്യമായിട്ട് എന്തെങ്കിലും പറയേണ്ടതോ പ്രവർത്തിക്കേണ്ടതോ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത് പറയും. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ന്യൂജൻ തലമുറയാണെന്ന് തോന്നുന്നു ചേട്ടനെ കൂടുതൽ ആശ്രയിക്കുന്നതെന്ന് തോന്നുന്നു. പഴയ പത്മരാജൻ അല്ലെങ്കിൽ അരവിന്ദനൊക്കെ തുണികളാണ് താങ്കളെ വിശ്വാസപൂർവ്വം ഏൽപ്പിച്ചെങ്കിൽ ഇപ്പോൾ പ്രധാന കഥാപാത്രങ്ങൾ പുതിയ തലമുറ സംവിധായകരെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? ഈ പുതിയ തലമുറ കൂടുതൽ താങ്കളോട് അടുക്കുന്നുവെന്ന്? അത് നമ്മളെ കൂടുതൽ പുതിയ ആളെ പോലെ ആക്കും. നമുക്ക് പരിചയമില്ലാത്തത് രീതികൾ കുട്ടികളെ നിന്ന് പഠിക്കാം, നമുക്ക് പുതിയ തലമുറയിൽ നിന്ന് പഠിക്കാം. അപ്പം ഞാൻ ഒരു പഴയ ആളാണെന്നോ അവിടെ നിന്ന് തുടങ്ങിയതാണെന്നോ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നോ തോന്നാതെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നു. പുതിയ നടിമാർ അതുപോലെയൊക്കെയുള്ള പഴയ മികച്ച നടിമാരൊക്കെ ഇപ്പോൾ കൂടെയുണ്ട്. ചിന്ന ചിന്നാസയിലൊക്കെ എത്തുന്നു എന്നതാണ് പലപ്പോഴും. പക്ഷെ ഇതിനുമ്പോ കേട്ടിട്ടുള്ളത് പലരും അഭിനയിക്കാൻ മടിക്കുന്നു. ഇപ്പൊ ആ മടിയൊക്കെ മാറിയിട്ടുണ്ടാവും. അതുണ്ടോ ഇപ്പോഴും അങ്ങനെയൊക്കെ? അങ്ങനെ മടിക്കുന്നതല്ല. അത് സ്വാഭാവികമായിട്ടും ഓരോരുത്തർക്കും ഒരു ആഗ്രഹം ഉണ്ടല്ലോ. അഭിനയിക്കാൻ പറ്റുമ്പോൾ ആണായാലും പെണ്ണായാലും എനിക്ക് ഇന്നാരെ കൂടെ അഭിനയിക്കണം, ഇങ്ങനെ ആവണം, ഇങ്ങനെ എത്തണം എന്നൊക്കെ ഉള്ള ചിന്തകൾ നിൽക്കുമ്പോഴത്തേക്കും ഒരുപക്ഷെ ക്യാരക്ടർ കൊണ്ടോ മറ്റു രീതിയിലോ പറയുന്നതിനൊക്കെ ഇങ്ങനെ വളച്ചൊടിക്കുന്നതും ആവാം. ഈ തമിഴിൽ ഭയങ്കര ഫാൻസാണ് ഇപ്പോൾ, അറിഞ്ഞിരുന്നു? ഇപ്പോൾ സൂര്യ ആയാൽ പോലും അല്ലെങ്കിൽ സംവിധായകൻ ആർ.ജെ. ബാലാജി ആയാൽ പോലും ഭയങ്കരമായി പുകഴ്ത്തുകയാണ് ഞങ്ങളുടെ ഇന്ദ്രൻസേട്ടനെ കുറിച്ച്. അതൊക്കെ കേൾക്കാറില്ലേ? കേൾക്കുമ്പോൾ എന്ത് തോന്നും? കേരളത്തിൽ നിന്ന് വ്യത്യസ്തമാണോ അവിടുത്തെ അഭിനയം? സൂര്യയുടെ കൂടെയുള്ള ഒരു അനുഭവം പറയാമോ? വളരെ ഒതുക്കമുള്ള ഒരാളാണ്. നമ്മൾ ഒരുപാട് ഒതുങ്ങണമെന്ന് തോന്നുന്നു, അത്രയും ഒതുക്കമുള്ള ആളാണ്. ഭയങ്കര അവരുടെ ഇടപെടലും അതിനുവേണ്ടി വന്ന് മെനക്കെടുന്നതൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ അല്ല, ഭയങ്കര ഇതായിരിക്കും തമിഴെന്ന് വിചാരിച്ചിട്ട് പോവാതെയൊക്കെ ഇരുന്നതാണ് ഞാൻ. പക്ഷെ അപ്പോൾ അവിടെ ആർട്ടിസ്റ്റുകൾ നമ്മളെക്കാളുമൊക്കെ ഒരുപാട് ഇതിനു വേണ്ടി കഷ്ടപ്പെടുകയും മനസ്സത്രയും ചേർത്ത് വെക്കുകയൊക്കെ ചെയ്യുന്നവരാണെന്ന് തോന്നി. പുതിയ തമിഴിലേക്ക് വിളിയൊക്കെ വരുന്നുണ്ട്? ഒത്തിരി വിളിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും അങ്ങനെ പോകാൻ പറ്റാത്തത്ര നമുക്കിവിടെ സിനിമയുണ്ട് മലയാളത്തിൽ. അവിടെ വശവുമില്ല ഭാഷ. ഭാഷ പക്ഷെ വലിയ പ്രശ്നം വരുമോ? പിന്നെ തമിഴില്ലേ വരും. അവർ വലിയ ഡയറക്ടേഴ്സ് ആണെങ്കിൽ കൃത്യമായ സ്ക്രിപ്റ്റ് ഉണ്ടാവുമെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ചിലതൊക്കെ നമ്മൾ കൂടെ മിടുക്കൊണ്ടൊക്കെ ചെയ്യേണ്ടി വരും. അതിനൊക്കെ നമുക്ക് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ എത്താൻ പറ്റില്ല എന്ന് മനസ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും മറ്റ് ലാംഗ്വേജുകളോ? മറ്റ് ലാംഗ്വേജുകളുണ്ടല്ലോ, കന്നഡ, മലയാളം അല്ലാതെ ഒന്നും അറിയില്ല. അതല്ല, മലയാളത്തിൽ തന്നെ ഒരു ഇംഗ്ലീഷ് ഡയലോഗ് വന്നാലും ഞാനങ്ങ് വേർക്കും. അത് പഠിച്ചാലും പരിചയമില്ലാത്തോണ്ട് നാവിന് ഉടക്കും. ഓക്കെ. പക്ഷെ ഇപ്പൊ എഴുത്തുകാരനായി, അതൊക്കെ ഓർക്കണം. പറയുന്നില്ല. പുസ്തകത്തിൽ കണ്ടതാണ്. ഇപ്പൊ നമ്മൾ ഓണം ആളായതുകൊണ്ടാണ്. അന്ന് തയ്യൽക്കാരനായിരിക്കുന്ന കാലത്ത് എല്ലാവർക്കും ഓണക്കോടിയൊക്കെ തച്ചു കൊടുക്കും. പക്ഷെ അപ്പൊ സ്വന്തമായിട്ടൊരു ഉടുപ്പ് ഉണ്ടാവില്ല. പക്ഷെ എല്ലാവർക്കും എല്ലാം കൊടുക്കും, സ്വന്തമായിട്ട് ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ ഇപ്പൊ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പോഴും ഓണം ഈ കൂട്ടുകുടുംബം എന്ന പഴയ രീതി തന്നെയാണോ ആഘോഷിക്കാറുള്ളത്? അതങ്ങ് പൊളിഞ്ഞു പോയി. ആ ഒരു രീതി ഇല്ലല്ലോ പലപ്പോഴും. എങ്കിലും ചെറിയ ചെറിയ കുടുംബങ്ങളായി. എന്നാലും കുടുംബത്തിലുള്ളവരൊത്തുകൂടും.